നിങ്ങൾ ഈ നോ കൺട്രി ഫോർ ഓൾഡ് മാൻ പോലെയുള്ള പടങ്ങളുടെ ഫാനാണോ? ആണോ? ദെൻ അത്തരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഫ്രാൻസിസ് ഗലൂപ്പി, അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. പുള്ളി സംവിധാനം ചെയ്ത ദ ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ യൂമ കൗണ്ടി. വൗ. യൂമ കൗണ്ടി എന്ന അധികം ആൾവാസമില്ലാത്ത ചെറിയൊരു സ്ഥലത്തെ പെട്രോൾ സ്റ്റേഷൻ. അവിടേക്ക് രാവിലെ കാറിലെത്തുന്ന നായകൻ. പക്ഷേ അവിടെ പെട്രോൾ ഇല്ല. പെട്രോൾ ടാങ്കർ വരാനായിട്ട് സമയമെടുക്കും. തൊട്ടടുത്തൊന്നും വേറെ പമ്പും ഇല്ല. സോ പമ്പിനോട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റിൽ അയാൾ വെയിറ്റ് ചെയ്യുന്നതും തുടർന്ന് നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. അങ്ങനെ ചുമ്മാ സംഭവങ്ങൾ ഒന്നുമല്ല, ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന ഒരു അവസ്ഥ. ഓരോ മിനിറ്റിലും ടെൻഷൻ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ കൂടി ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അതിങ്ങനെ ഭൂം പൊട്ടിത്തെറിക്കുന്ന വിധത്തിലുള്ള ആ ഒരു കഥയുടെ പോക്ക്. അങ്ങനത്തെ സിനിമ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഐ ലൈക്ക് ഇറ്റ്. സോ അത്തരത്തിലുള്ള ഒരു കിടിലൻ ത്രില്ലിംഗ് അനുഭവം നൽകുന്ന സിനിമയാണ് ഇത്. ഒരു ചെറിയ റെസ്റ്റോറന്റ്, വളരെ കുറച്ച് കഥാപാത്രങ്ങൾ, അസാധ്യമായിട്ടുള്ള ടെൻഷൻ ബിൽഡിംഗ് സിറ്റുവേഷൻസ്, കുറച്ച് പതിഞ്ഞ താളത്തിലുള്ള പോക്ക്, അങ്ങനെ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ. ഒരു ചെറിയ പ്ലോട്ടാണ് കേട്ടോ, പക്ഷെ ആദ്യാവസാനം ഇങ്ങനെ എൻഗേജിങ് ആക്കി ഒരു 1.5 മണിക്കൂർ നമ്മളെ കഥയിൽ ഇങ്ങനെ മുഴുകി ഒട്ടും ബോറടിപ്പിക്കാതെ പിടിച്ചു നിർത്താനായിട്ട് സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ടെൻഷൻ ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് വലിച്ചു കയറ്റുന്നതിൽ ഇതിന്റെ BGM നിർവഹിച്ച പങ്കും എടുത്തു തന്നെ പറയണം. ചില സോങ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിരുന്നു. നല്ല ലൊക്കേഷനും മികച്ച സിനിമാറ്റോഗ്രാഫിയും സിനിമയ്ക്കുണ്ട്. വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ കേട്ടോ. ഉള്ള വേഷങ്ങൾ ചെയ്ത താരങ്ങളെല്ലാം തന്നെ ഗംഭീരമായിട്ട് പ്രകടനം നടത്തിയിട്ടുണ്ട്. കഥാപാത്രങ്ങളെല്ലാം തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഒരു വെയിട്രസ്, ഒരു കത്തിയുടെ ഒരു സെയിൽസ്മാന്, പിന്നെ ഗ്യാസ് സ്റ്റേഷനിൽ തന്നെ ജീവിക്കുന്ന ഒരാള്, 2 ബാങ്ക് കൊള്ളക്കാര്, 2 പോലീസുകാര്, എക്സെട്ര. അവർക്കൊപ്പം നമ്മളും ഇങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പെട്ട് ഇതെല്ലാം കൂടി ടെൻഷൻ ബിൽഡ് ചെയ്ത് പൊട്ടിത്തെറിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. സോ ആ ഒരു ക്ഷമയും ആ ഒരു സീറ്റഡ് ഫീലിങ്ങും ഒക്കെ പടത്തിന്റെ ഹൈലൈറ്റ് തന്നെയാണ്. ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും, ഇതിലെ ഒരു ക്യാരക്ടർ ഇങ്ങനെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും എടുക്കുന്ന ചില ഡിസിഷൻസ്, ചില തീരുമാനങ്ങളൊക്കെ കണ്ടപ്പോൾ അതങ്ങോട്ട് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. പുള്ളിയുടെ വിധി, പുള്ളിയുടെ തീരുമാനങ്ങൾ എന്നാണല്ലോ. എന്തിനാണ് കക്ഷി അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ, പകരം ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ഒരു ഫീൽ എനിക്കുണ്ടായി. പുള്ളിയുടെ മാത്രമല്ല, ഈ സിനിമയിലെ കുറേ ക്യാരക്ടേഴ്സിന് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതുപോലൊരു സിറ്റുവേഷനിൽ ചെന്നുവിട്ടാൽ നമ്മളും എന്തായിരിക്കും ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഇതൊന്നും പടത്തിന്റെ ടോട്ടൽ ആസ്വാദനത്തെ ബാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ദാറ്റ്സ് ദ മെയിൻ പോയിന്റ്. സോ ആകമൊത്തം ടോട്ടലിൽ ഇത് എന്റെ ടൈപ്പ് ഓഫ് മൂവി ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിതിന് 4 out of 5 റേറ്റിംഗ് നൽകും. എന്റെ അഭിപ്രായം ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക്. എങ്കിലും ക്രൈം ത്രില്ലർ പ്രേമികൾക്ക് ഇഷ്ടമാകുന്ന ഒരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഞാനിത് റെക്കമെൻഡ് ചെയ്യുകയാണ്. പടം കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുമല്ലോ. സിനിമ ആമസോൺ പ്രൈമിലും അതുപോലെ ആപ്പിൾ TV പ്ലസിലും നിങ്ങൾക്ക് റെന്റിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കേണ്ടി വരും. യു നോ വാട്ട് ഐ മീൻ.